ഹായ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖത്തിൽ സന്തോഷത്തിലുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ എന്തിനും ഇങ്ങനത്തെ ഒരു ഓൺ വോയിസിൽ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും തൊണ്ടക്കല്ലൊരു പണി കിട്ടി. അന്ന് ആ പനി വന്ന സമയത്ത് ഞാൻ തൊണ്ടക്ക് റെസ്റ്റ് കൊടുക്കാത്തതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ സൗണ്ട് എൻ്റെ കൺട്രോളിലല്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പാട്ട് പാടിയത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ടത് കാരണം കുറച്ച് കുറച്ച് സമ്മാനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, കുറേ അധികം സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്നെ വൈറൽ ഗായിക എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് കുറച്ച് ഇതെല്ലാം സമ്മാനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും ചിലപ്പോൾ, അതായത് കുറച്ച് കുറച്ച് നിങ്ങൾ കണ്ടിട്ട് വിട്ടോളൂ, സാരമില്ല. ഇത് എന്ത് പറയല്. അപ്പോൾ എല്ലാവരും കുറേ സന്തോഷമുണ്ട്. കാരണം സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ കുറേയെല്ലാം സമ്മാനവും എൻ്റെ ട്രോഫിയും കാര്യങ്ങളും മൊമെൻ്റോ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് ശേഷം, അതായത് ഇപ്പോൾ നാടകമെല്ലാം ചെയ്യുന്നത്, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നാടകമെല്ലാം ചെയ്യുന്ന സമയത്ത് കുറേ സ്റ്റേജിലെല്ലാം പോയിട്ട് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ സമ്മാനം കിട്ടിക്കൊണ്ടായത് മൊമെൻ്റോ കിട്ടിക്കൊണ്ടായത് അങ്ങനത്തെ കാര്യത്തിനാണ്. പക്ഷേ ഇത്രയും അധികം സമ്മാനം ഒറ്റയടിക്ക് കിട്ടുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് പാട്ട് പാടിയിട്ട് ഒരു പുരസ്കാരം കിട്ടുന്നത് ഗ്രാസിയ പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരമാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ആദ്യം കിട്ടിയ പുരസ്കാരം, ഗ്രാസിയ പുരസ്കാരം. അതായത് ഈ വർഷത്തെ ഗ്രാസിയ പുരസ്കാര ജേതാവ് കാസർഗോഡ് നാടൻപാട്ട് വൈറൽ ഗായിക ജയരഞ്ജിതക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ പുരസ്കാരമാണിത്, ആദ്യമായിട്ട് കിട്ടുന്നത്. കുറേ ഇതുമല്ല കേട്ടോ, കുറേ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ അത് വീട്ടിൽ അലമാരൻ്റെ മീത്തിയായിട്ട് എനിക്ക് എത്തുന്നില്ല, ചിലതൊന്നും എനിക്ക് എടുക്കാൻ എത്തുന്നില്ല. അവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനില്ല അമ്മേൻ്റെ വീട്ടിലാണ്, അപ്പോൾ അത് എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനിയൊരു വീഡിയോയിൽ അതും കൂടി കാണിച്ചു തരാം. അപ്പോഴേക്ക് സങ്കടം ആയിക്കൂടല്ലോ, തന്നപ്പോഴേക്ക് സങ്കടം ആയിക്കൂടല്ലോ. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പുരസ്കാരം. അടുത്തത് ഇത് പുഗാസാൻ്റെ വക, പുഗാസ കാറെടുക്ക ഏരിയ കമ്മിറ്റി, EMS ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം, കർമ്മന്തോടി. ഇതെൻ്റെ നാട്ടുകാർ തന്നെയാണ്. എന്താ തന്നെ എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോഴും അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ട്. അത് പുഗാസാൻ്റെ വക കിട്ടിയത്. അടുത്തത് നീലാംബരി ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ എനിക്കെല്ലാം അർജുൻ്റെല്ലാം പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ ഭയങ്കര ആരാധികയിലായിരുന്നു. അപ്പോൾ അവരൊന്നിച്ചൊരു വേദി പങ്കിടാൻ കഴിഞ്ഞു. അപ്പോൾ സുശാന്ത് ഏട്ടൻ്റെ എല്ലാം കൂടെയാണ് അന്ന് പാട്ട് പാടിയത്. അപ്പോൾ അവരെ വക എനിക്കൊരു സ്നേഹാദരം കിട്ടി. അത് കഴിഞ്ഞിട്ട് ലയൺസ് ക്ലബിൻ്റെ വക, ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓണപ്പരിപാടിക്ക് ലയൺസ് ക്ലബ്ബുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലയൺസ് ക്ലബിൻ്റെ വക എനിക്ക് അവരൊരു സ്നേഹാദരം തന്നു. ഇതാണ് ഞാൻ. അടുത്തത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാടകം വില്ലേജ് കമ്മിറ്റിയുടെ വക എനിക്കൊരു സ്നേഹാദരം. എല്ലാം കുറേ പൊടിയുണ്ട് അവിടെ വെച്ചിട്ട്, പൊടിയുടെ എല്ലാം നേരെ ക്ലീനാക്കി വെക്കാൻ എടുക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്. ഇത് ആരെ വക? ഞങ്ങളെ കുടുംബശ്രീ, അതായത് ഞാനുള്ള കുടുംബശ്രീ, യുവതാ കുടുംബശ്രീൻ്റെ വക എനിക്ക് കിട്ടിയൊരു സ്നേഹാദരവ്. ഇപ്പം കുടുംബശ്രീയിൽ ഞാനില്ല, കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് എന്നെ തച്ച് പുറത്താക്കി. അപ്പോൾ അവരെ വക കിട്ടിയൊരു സ്നേഹാദരവ്. അത് കഴിഞ്ഞിട്ട് ഇതാരെ വക? തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ വക ഒരു സ്നേഹാദരവ്. അതായത് കൊട്ടംകുഴിയെന്ന് എനിക്ക് ആദ്യമായിട്ട്, അതായത് എൻ്റെ നാട് കൊട്ടംകുഴിയാന്ന് പറയാക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും ഞാൻ കാടകം എന്നാണ് പറയല്. കൊട്ടംകുഴിയാണ് എൻ്റെ ശരിക്കുള്ള സ്ഥലം. അപ്പോൾ കൊട്ടംകുഴിയിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം തരുന്നത് ഈ തണൽ പുരുഷ സ്വയം സഹായ സംഘത്തിൽ നിന്നാണ്. കുറേ സന്തോഷമായൊരു നിമിഷമായിരുന്നത്. കാരണം എന്തോ ഒരു എന്താ പറയല്, അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയൊരു സാധനമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചെയ്ത കാര്യത്തിനൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പോൾ സമ്മാനം തന്നെ വേണമെന്നൊന്നുമില്ല, അത് ഒരു വാക്ക് കൊണ്ടായപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പക്ഷെ അവരെന്നെ ഒരു ദിവസം ക്ഷണിക്കുന്നു, ഇങ്ങനത്തെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്ന എനിക്കൊരു അംഗീകാരം തരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കരമായിട്ട് അവരോട് നന്ദി പറയുന്നുണ്ട്. കാരണം അതെനിക്ക് ആവശ്യമായിരുന്നു, എൻ്റെ നാട്ടിൽ നിന്ന് ആ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അവർ പിന്നെ വേറൊരു പുരുഷ സ്വയം സഹായ സംഘം കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അത് വീട്ടിലായിപ്പോയി. അപ്പോൾ അത് ഞാൻ അടുത്ത വീട്ടിൽ എങ്ങനെയും ഞാൻ അത് കാണിച്ചോളാം. അത് കഴിഞ്ഞിട്ട് ഇത് CPIM കാടകം ലോക്കൽ കമ്മിറ്റീൻ്റെ വക കിട്ടിയൊരു സ്നേഹാദരവ്. അത് കഴിഞ്ഞിട്ട് ഇത് ലയൺസ് ക്ലബ്ബ് മുള്ളേരിയൻ്റെ ഇപ്പോൾ ഓണപ്പരിപാടിക്ക് തന്നെ ഞാൻ ലയൺസ് ക്ലബ്ബിൻ്റെ 2 പരിപാടിക്ക് പോയി. അപ്പോൾ ആടെ എനിക്ക് മുള്ളേരിയൻ അതിൻ്റെ വക അവരുടെ വക കിട്ടിയ സ്നേഹാദരവ്. അത് കഴിഞ്ഞിട്ട് ഇത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ഇത് കേരളോത്സവത്തിനും അല്ലാണ്ടും കേരളോത്സവത്തിന് പങ്കെടുത്തിട്ട് സമ്മാനം എടുത്തതിനും അല്ലാണ്ട് എല്ലാത്തിനും എനിക്ക് എൻ്റെ കാടകം ക്ലബിൻ്റെ വക കിട്ടിയ KFC ക്ലബിൻ്റെ വക കിട്ടിയ സമ്മാനമാണ്. ഇവരെ എനിക്ക് പറഞ്ഞാൽ തീരൂല. എന്താ പറഞ്ഞാൽ
ആ നാട് ഞാൻ പഠിച്ചത് കാടത്ത് സ്കൂളിലാണ്. കാറടുക്കലാണ് 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പം കലാപരമായിട്ടുള്ള ഇതിനും കായികപരമായിട്ടുള്ള ഇതിനെല്ലാറ്റിനും അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നൊരു നാടാണ് നമ്മൾ ഈ മൊത്തത്തിൽ കാടക നാട്. അപ്പം KFC ക്ലബ്ബ് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ പണ്ടേ ഞങ്ങളെ നാടകത്തിന് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഡാൻസിന് കൊണ്ടുപോകാനെല്ലാം ആടില്ല ഏട്ടന്മാരും ചേച്ചിമാരെന്ന് പഠിപ്പിച്ചുകൊണ്ടുണ്ടായത്. അപ്പോൾ അന്നേ ഞാൻ കൂടിയതാണ് KFC ക്ലബ്ബിൻ്റെ ഒന്നിച്ച്. ഇപ്പോഴും അവരെൻ്റെ കൈ പിടിച്ചുകൊണ്ടുണ്ട്. അതായത് എനിക്ക് പ്രശ്നം വന്നാലും എൻ്റെ ഒന്നിച്ച് നിൽക്കാനും നല്ലതും ചീത്തയും എല്ലാം പറഞ്ഞു തരാനും അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ കേരളോത്സവത്തിന് അവിടെ മത്സരിച്ച് ഗ്രൂപ്പ് ഡാൻസിനും എല്ലാം സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരുവാതിരക്കെല്ലാം സമ്മാനം കിട്ടി. അപ്പോൾ അതിന് അവരൊക്കെ കിട്ടിയ സ്നേഹാദരവാണ്. അവരൊന്നും സമ്മാനം തരണം നല്ല അങ്ങനത്തെ ഒരു മൊമെൻ്റ് തരണമെന്നൊന്നും ഇല്ല. കാരണം എപ്പോഴും അവർ തന്നുകൊണ്ടുണ്ട്, സ്നേഹം കൊണ്ടെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയത് സിൽവർ ജൂബിലി യൂണിവേഴ്സൽ കോളേജിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, സിൽവർ ജൂബിലി ആഘോഷം. അപ്പോൾ അവരെ വക എനിക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ എനിക്കൊരു സ്നേഹാദരവ്. എല്ലാറ്റിലും പറയുന്നത് കാസർഗോഡിൻ്റെ വൈറൽ ഗായിക എന്നാണ്. അങ്ങനെയല്ല, കാസർഗോഡിൻ്റെ വൈറൽ ഗായിക എപ്പോഴും നാട്ടിൻ്റെ വീട്ടിലറിയാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും കാസർഗോഡ് തപ്പി മാത്രമല്ല എന്നെ കുറേ ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗായിക എന്ന് അറിയപ്പെടാമെന്ന് ഇപ്പം എനിക്കിഷ്ടം. എന്നാലും കാസർഗോഡ് തന്നെയാണല്ലോ. അടുത്തത് എനിക്ക് കിട്ടിയത് ശ്രീ വയനാട്ട് കുലവൻ ശ്രീ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം നാർളത്ത്, കർമ്മന്തൊടിയിലുള്ള നാർളത്ത് ഒരു ദൈവിക ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് അവർ ഒരു ഇത് തന്നു, സ്നേഹാദരവ് തന്നു. ഇത് JCI കാസർഗോഡിൻ്റെ ഭാഗമാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി എന്ന് പറഞ്ഞാൽ ഇവരെന്നെ വിളിച്ചു ആദരിച്ചു എല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ അവർ ആഗ്രഹിച്ചു അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചൊരു ചടങ്ങിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ട് അവരുടെ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ എണീക്കുന്നതിനേക്കാളും മുന്നേ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ ക്ഷണിക്കാൻ വന്നിട്ട് അവർ വന്നതിന് ശേഷം എനിക്കെന്തോ അത് എനിക്ക് കഴിഞ്ഞില്ല. കാരണം ഒരു ക്യാമ്പൊന്നും മൊത്തത്തിൽ മുമ്പിലോട്ട് ഫുള്ളായിട്ട് കൊണ്ടുപോകാനൊന്നും അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ആപ്പിക്ക് അത് ഭയങ്കര സങ്കടം ഉണ്ടാവും. അപ്പോൾ JCI കാസർഗോഡ് അവരെന്നെ ഇനി എപ്പോൾ വിളിച്ചാലും ഞാൻ പോവും. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവരെന്ന് നമ്മ മുഖം തിരിച്ച് നിർത്താനും കഴിയില്ലല്ലോ. കാരണം എനിക്ക് എല്ലാവരും ആവശ്യമുണ്ട്. കാരണം എല്ലാവരും എൻ്റെ ഒരു സമയത്ത് എൻ്റെ കൂടെ നിന്നപ്പോഴാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ അത് ഇനി അടുത്ത പരിപാടിക്ക് ഞാൻ നികത്തിക്കോളാം. അടുത്തത് ചടവാട്. അടുത്തത് കടുമന ശ്രീ വനദുർഗ പരമേശ്വരി ക്ഷേത്രം. ഇത് എൻ്റെ നാട്ടിലത്തെ കടുമന എന്ന് പറയുന്നത് പുഴയും തൂക്കുപാലുള്ളൊരു നാടാണ്. അപ്പോൾ ആടത്തേക്ക് പോയിട്ടിട്ടുമ്പോൾ ആടുന്ന് അവരെനിക്ക് തന്നെ ഇതായിരുന്നു തന്നെ വലിയൊരു വേദിയിൽ വെച്ചിട്ടാണ് എനിക്ക് അവർ ഇത് തന്നത്. എനിക്ക് അതിനേക്കാളും എൻ്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹത്തിനാണ് അവരോട് നന്ദി പറയേണ്ടത്. കാരണം വേണമെങ്കിൽ അപ്പയ്ക്ക് നാട്ടിലെപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ എന്തെന്നല്ല മറ്റും നിൽക്കണം. പക്ഷേ അങ്ങനെ എല്ലാവരും ഒരു സമയത്ത് ഒന്നിച്ച് നല്ലത് പറയുക എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ അപ്പയ്ക്ക് കുറേ നന്ദി. അപ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർത്താനം പറയുമ്പോൾ ഈ അപ്പിയാന്ന് പറയുന്നിട്ട് അത് പറയണ്ടെന്നുള്ളത് പറയലുണ്ട്. അപ്പം ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. ചില സമയത്ത് ഞാൻ അത് കോൺഷ്യസ് ആകുമ്പോൾ അവരെന്ന് പറയും, ചില സമയത്ത് ഞാൻ അപ്പിയാന്ന് പറയും. അപ്പിയാന്ന് പറഞ്ഞാൽ അവർ, ഇപ്പിയാന്ന് പറഞ്ഞാൽ ഇവർ. ഇത് നമ്മളെ എയിംസിൻ്റെ അച്ചീവേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ഒരു 10 മാസം മറ്റേ എയിംസിൽ PSC കോച്ചിങ്ങിന് പോയി. അവിടെ കുറേ ആൾക്ക് PSC എഴുതി പണി കിട്ടി എല്ലാം ആയി. അവർക്കൊരു അച്ചീവേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ജോലിയോ കിട്ടിയിട്ട അങ്ങനെ കൊടുക്കുന്ന ഒരു ചടങ്ങിൽ ഉദ്ഘാടകയായിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായിട്ട് ഇരിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ അവർക്ക് നന്ദി. എയിംസിൻ്റെ വക എനിക്ക് കിട്ടിയൊരു സ്നേഹാദരം. അത് കഴിഞ്ഞിട്ട് ഇത് KPLPS സ്കൂൾ കൊട്ടംകുഴി. കൊട്ടംകുഴി സ്കൂളിൻ്റെ വക എനിക്ക് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളാണ്. അപ്പോൾ എൻ്റെ നാട്ടിലാണല്ലേ സ്കൂള്. ഇപ്പോൾ പിന്നെ പിള്ളമാരിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷെ അന്ന് നമ്മൾ പഠിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. സ്കൂൾ പറയുമ്പോൾ നമുക്ക് കുറേ ഓർമ്മകളെല്ലാം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ കൊട്ടങ്ങി സ്കൂൾ പറയുമ്പോൾ എനിക്കും കുറേ ഓർമ്മയുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ വക എനിക്ക് കിട്ടിയൊരു സ്നേഹാദരവാണ്. അത് കഴിഞ്ഞിട്ട് മൗവാറ് സ്കൂളിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ പിന്നെ പിള്ളമാർക്ക് വേണ്ടി അവരെ ആനുവൽ ഡേ അങ്ങനത്തെ കലോത്സവം അങ്ങനത്തെ എന്തോ ഒരു സംഭവത്തിന് പോയത്. അപ്പോൾ അവിടെ ഞാൻ കുറേ പാട്ട് പാടി. കുറേ നല്ല നല്ല കുഞ്ഞുങ്ങൾ. അപ്പോൾ ഓർക്ക് വേണ്ടി ഒരു പാട്ട് പാടി അവരെ വക എനിക്കൊരു സ്നേഹാദരം കിട്ടി. അടുത്തത് നിറവ് GLPS മൈത്താണി അവരെ വക കിട്ടി. അവരെ വക എനിക്കൊരു സ്നേഹാദരം കിട്ടി. മൈത്താണി സ്കൂള് മറന്നിട്ടാട്ടാ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വന്നതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി പൊന്തുന്നില്ലല്ലോ. ഇത് എൻ്റെ കല്യാണത്തിന് ഒരു സ്നേഹോപഹാരം കിട്ടിയതാണത്. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ ചേച്ചിമാരെ വക, എൻ്റെ അമ്മേൻ്റെ ചേച്ചിമാരെ മക്കളെ വകയല്ല, എൻ്റെ ചേച്ചിമാരെ വകയല്ല, എനിക്ക് അവരെല്ലാവരും കൂടി ഞങ്ങൾക്ക് വലിയൊരു സമ്മാനം. അപ്പോൾ
പൊന്തുന്നില്ല കേട്ടാ. ഇതാ വലിയൊരു സമ്മാനം തന്നാണ്. ഞാനും നന്ദു എല്ലാവരും ഉണ്ടെങ്കിൽ. അപ്പോൾ ചേച്ചിമാരവക കിട്ടി, ഏട്ടന്മാരവക ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അമ്മേ അച്ഛ. അടുത്തൊരു വലിയൊരു സമ്മാനമുണ്ട്. അതായത് ഇപ്പോഴും എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ടീം കാസർഗോഡ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട് നമുക്ക്. അവരെ വക എനിക്ക് കിട്ടിയ വലിയൊരു സമ്മാനമാണ്. അതിലിതും കൊട്ടയും കൂടി അല്ലെങ്കിൽ കവറും കൂടി ഞാൻ അയച്ചിട്ടില്ല. അവരാണ് എനിക്ക് ഇത്രയും വലിയ സമ്മാനം ആദ്യം തരുന്നത് അവരാണ്. അപ്പോൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിന് കുറേ നന്ദി. കുറേ സമ്മാനങ്ങളുടെ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇത് കാണിച്ചു തരും. പിന്നെ പറയാനുള്ള വെച്ചാൽ ഇത് കൂടാണ്ട് എനിക്ക് കല്യാണത്തിന് കുറേ ആൾക്കാർ ഗിഫ്റ്റ് തന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ എനിക്ക് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുക അങ്ങനത്തെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാറില്ല. അപ്പോൾ അതെല്ലാം ഞാൻ അപ്പോഴേ പൊട്ടിച്ചിട്ട് അപ്പോഴെല്ലാം നോക്കിയിട്ട് സംതൃപ്തി അടഞ്ഞിട്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മൾ കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ, പക്ഷെ ഇത്രയും ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ്. കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്, കുറേ അല്ലാത്ത ഡ്രസ്സുകളുണ്ട്, അല്ലാത്ത എന്തെല്ലോ ഗിഫ്റ്റുകളുണ്ട്, പിന്നെ ഹാൻഡ് ബാഗ്, അങ്ങനത്തെ കുറേ സാധനം കിട്ടീനി. എനിക്കതൊന്നും അത് കാസർഗോഡ് നിന്ന് മലപ്പുറത്തേക്ക് എത്തിയിട്ട് എൻ്റെ കൈമ കിട്ടാൻ കുറച്ച് ദിവസം എടുത്തു. എന്നിട്ട് തന്നെ എനിക്ക് നിൽക്കപ്പുറതി ഉണ്ടായിട്ടാ. എന്നിട്ട് തന്നെ ഞാനത് എങ്ങനെങ്കിലും കണ്ടുപിടിച്ചിട്ട് വീട്ടിലെ കൊണ്ടുവച്ച് അപ്പന്നെ പൊട്ടിച്ച് നോക്കിയാൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അപ്പയ്ക്കും ഞാൻ കുറേ താങ്ക്സ് പറയുന്നു. എൻ്റെ വീഡിയോ കണ്ടിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മടുക്കുമായിരിക്കും, ഇങ്ങനെ വർത്തമാനം പറയുന്ന മടുക്കുമായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങൾ എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾ, ഇത്രയും മൊമെൻറ്റോല്ലാം എനിക്ക് കിട്ടാൻ കാരണക്കാരായത് നിങ്ങളാണ്, ഈ കാണുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇതൊന്നും കിട്ടലുണ്ടായില്ല. അപ്പോൾ തൊണ്ട കുറച്ച് പണിയില്ലോണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ പാട്ട് പാടാത്തത്. അപ്പോൾ ഞാൻ ഈ തൊണ്ടയെല്ലാം ശരിയാക്കിയിട്ട് വന്നിട്ട് ഇനിയും പാടിക്കൊണ്ടേയിരിക്കും, നിങ്ങൾ കേട്ടോണ്ടേ ഇരിക്കണം. ടാറ്റ.